ഉണ്ണിയമ്മേ കുമ്പടി വന്നു. അതും ഈ പോത്തുകല്ലുകാരനായ സഖാവ് എം സ്വരാജ്, ഈ നാട്ടുകാരൻ, ഈ നാട്ടിൽ നിന്ന് കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും സംഭാവന ചെയ്ത ഈ നാടിന്റെ അഭിമാനമായ ചെറുപ്പക്കാർക്കെല്ലാം ഒരു സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള ഒരു പ്രതിഭയാണ് സഖാവ് എം സ്വരാജ്. ജയിക്കും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. മറ്റൊരു കാര്യം, ഇവിടെ ഇപ്പൊ ഒരു വർഷത്തേക്കാണ് ഈ തെരഞ്ഞെടുപ്പ്. ഒരു വർഷത്തിൽ താഴെ മാസങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടെ ഈ നാട് ചിന്തിക്കുക എങ്ങനെയായിരിക്കും? സ്വാഭാവികമായിട്ടും ഒരു ഭരണകക്ഷിയോടൊപ്പം നിൽക്കുന്ന ഒരു MLA വേണോ? അല്ല, പ്രതിപക്ഷത്ത് പോയി ഈ സതീശൻ പറയുന്നതിന് കൊഞ്ഞനം കുത്തുന്ന, ചാടിക്കളിക്കുന്ന, തുള്ളിക്കളിക്കുന്ന ഒരു MLA വേണോ? എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. ഈ നാടിന്റെ വികസനങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് ഞങ്ങളുടെ ഗവൺമെന്റിനോടൊപ്പം നിൽക്കുന്ന MLA വേണോന്ന് അത്യാവശ്യം വകതിരിവുള്ള ജനങ്ങൾ ചിന്തിക്കും. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്. കേട്ടാ, ജയിക്കാനുള്ള ഒന്നോ രണ്ടോ ഫാക്ടർ എന്തായിരിക്കും? ഈ മണ്ഡലത്തിലെ ഒരു വികസന കാര്യങ്ങളിലുള്ള ഒരു ജനങ്ങളുടെ ഒരു കാഴ്ചപ്പാടുണ്ട്. അവരാഗ്രഹിക്കുന്നത് പോലെ ഇപ്പൊ നമ്മുടെ മുമ്പിലൂടെ പോകുന്ന റോഡ് മാത്രം നോക്കിയാൽ പോരെ? ഒരു കോഴിമുട്ട അവിടെ നിന്ന് ഉരുട്ടിയാൽ ഇപ്പുറത്ത് എത്തും. അങ്ങനെയുള്ള മികച്ച റോഡ്, ഇവർക്ക് കണി കാണാൻ പറ്റാത്ത, ഈ നാട് ചിന്തിക്കാത്ത തരത്തിലുള്ള വികസനമാണ് ഈ നാട്ടിൽ. ഹൈവേ പിന്നെ ചൂടാണ്ട് AC ഇല്ല. MLA മാത്രമല്ലല്ലോ, MLA ഒരു ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കുന്ന MLA, സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഈ MLA രാജിവെച്ചതിന് ശേഷമാണ് 222 കോടി രൂപ ഈ ബൈപ്പാസിന് വേണ്ടി നിലമ്പൂരിൽ അനുവദിച്ചത് ഗവൺമെന്റ്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. ഇടതുപക്ഷത്തെ കുറിച്ച് നിങ്ങൾക്കറിയാം. MLA ജയിച്ചു കഴിഞ്ഞാലും ഞങ്ങൾ അതിന്റേതായ രീതിയിൽ ഇടതുപക്ഷത്തിന്റെ ഒരു കൂട്ടായ നേതൃത്വം, ഞങ്ങളുടെ പ്രകടന പത്രിക, അതെല്ലാം മുന്നോട്ട് വെച്ചിട്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുക. ഭയങ്കരം തന്നെ. പിന്നെ ഇവിടെ വന്യജീവി പ്രശ്നം മറ്റൊക്കെ പറഞ്ഞു. ജനങ്ങൾക്ക് കാണാൻ പോലും കിട്ടാത്ത ഒരു MP, ഏറ്റവും കാര്യക്ഷമമായ ഇടപെടൽ നടക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. ഈ മണ്ഡലത്തിനകത്ത് ചെയ്യാൻ പറ്റുന്ന തരത്തിലെല്ലാം ഇടപെടുന്നുണ്ട്. കേൾക്കാൻ നല്ല രസമുണ്ട്. എങ്കിൽ പിന്നെ സർക്കാരിന്റെ വിലയിരുത്തലാന്ന് പറയാൻ എന്തോ ഒരു ധൈര്യമില്ലാത്തതെന്ന്. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ശരിയായ രാഷ്ട്രീയം പറയും, സ്വരാജിന്റെ മികവ് പറയും. ഈ നാട് ആ മികവിനെ, ആ പ്രതിഭയെ അംഗീകരിക്കും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അത് ഞങ്ങൾ ജയിച്ചിരിക്കും. പ്രതിനിധിയോടാണ് എനിക്ക് ചോദിക്കാറില്ലേ. UDF പ്രതിനിധി പറഞ്ഞു ഇവിടെ ക്ഷേമ പെൻഷനും ഒക്കെ കൊടുത്തത് കോൺഗ്രസ് ആണ്, കോൺഗ്രസിന്റെ ഭരണകാലത്താണ്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, കോൺഗ്രസിന്റെ ഭരണകാലത്ത്, ഇന്ദിരാഗാന്ധി നെഹ്റുവിന്റെ ഭരണകാലത്ത് കൊടുത്തിനെന്താണ്? ആൺകുട്ടികൾ ഒന്നും ഇല്ലാത്ത 55 വയസ്സായവർക്ക് 40 കുറഞ്ഞ പെൻഷൻ കൊടുത്തിരുന്നു. പ്രത്യുൽപാദന ശേഷി ഇല്ലാത്തവണ് കൊടുക്കാൻ പാടില്ല എന്നാ പറഞ്ഞു. രണ്ടാമത് അതിന് അവിടെ നിൽക്കികളെ ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. രണ്ടാമത് ശ്രീരാജിനെ പിന്താക്കി സംസാരിച്ചത് കരുണാകരന കൊടുക്കാൻ പാടില്ല, രാഷ്ട്ര കേരളം കടത്തൽ കൊടുക്കും, കടത്ത് കൊടുക്കും എന്ന് പറഞ്ഞ് പ്രസംഗിച്ച ആള് കരുണാകരന. എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. എന്നിട്ട് നിങ്ങൾ കൊടുത്തു. ഈ പൊള്ള് ചാനലിലും ആണെങ്കിൽ ഈ പൊള്ള് പറയുന്നത് ഒരു പരിധി വേണം. ഈ കർഷക വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? മറുപടി കാക്ക മേടിക്കുന്ന വയോജന പെൻഷന്റെ പേരെന്താ? തമ്പുരാനറിയാ. ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ എന്നാണ്. ഇന്ദിരാഗാന്ധിയുടെ പേരേതായാലും ഒരു ഇടതുപക്ഷക്കാരനും ഇവിടെ ഇടില്ല. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. പിന്നെ കർഷക തൊഴിലാളി പെൻഷന്റെ കാര്യം പറഞ്ഞല്ലോ. ഈ കർഷക തൊഴിലാളി പെൻഷൻ പ്രഖ്യാപിക്കുമ്പോ കേരളത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാ? ആര്യാണ് മുഹമ്മദ്. ഉറക്കെ പറ, ആര്യാണ് മുഹമ്മദ്. അങ്ങനെ പറ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഇനി മൂന്ന് കാക്കയ്ക്ക് മറുപടി വരട്ടെ. അയ്യോ, എനിക്കിപ്പോ ബോധം പോകും. കാക്ക പറഞ്ഞു ഏതാ ഇന്ദിരാഗാന്ധിയുടെയും നെഹ്റുവിന്റെയും കാലത്ത് പെൻഷൻ കൊടുക്കണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? നെഹ്റുവിന്റെ കാലം എന്ന് പറഞ്ഞാൽ 80-ന് മുമ്പാണ്. ആ കാലത്ത് പെൻഷൻ ഉണ്ട്. അപ്പൊ ഈ രാജ്യത്ത് പെൻഷൻ, ക്ഷേമ പെൻഷൻ കൊണ്ടുവന്നത് ആരാണ്? അതും കോൺഗ്രസ് ആണ് എന്നുള്ളത് ആ കാക്കയുടെ ചോദ്യത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്.
അതല്ല ഉദ്ദേശം ഞാൻ മാറി. അപ്പൊ അത് നിർത്തി. ഇനി അത് പോട്ടെ. ഇനി അടുത്ത കാര്യം അന്ന് ഈ ആര്യാടൻ മുഹമ്മദ് തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോ ഇത് പ്രഖ്യാപിച്ച ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ പേരെന്താ? ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു. KM മാണി. ശരി. അപ്പൊ അതുകൊണ്ട് എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. ഞാനത് ചോദിക്കരുതായിരുന്നു. സ്ഥാനാർത്ഥിന്റെ മഹിമ പറഞ്ഞു ഇവിടെ വസീഫ് ഭയങ്കര യുവജനാണ് മറ്റാണ്. ഇതേ സ്ഥാനാർത്ഥിനെ CPM-കാർ തന്നെ ഏരിയ കമ്മിറ്റിക്ക് മത്സരിച്ചപ്പോ 2004 എങ്ങനെ തോൽപ്പിച്ചു? എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കാം. ആ മഹിമ ഇല്ല ഒരാളാണെങ്കിൽ എങ്ങനെ തോൽപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ സംഭവിക്കുന്നത് ഇടതും വലതും പോയിട്ട് STP സ്ഥാനാർത്ഥി. ഇതൊരു നടത്തു പോണ മാതിരില്ല. ഇവരുടെ ആ സംഘടനയുടെ പേര് ഞാൻ പറയുന്നില്ല, കാരണം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ലാത്ത, അവരൊക്കെ വെറുക്കുന്ന ഒരു സംഘടനയാണ്. നിങ്ങൾ പലയിടത്തും സഹകരിച്ചിട്ടുള്ളതോ? അല്ല, ഞങ്ങൾ സഹകരിച്ചിട്ടില്ല. ഇവ നമ്മൾ നാളെ എടുത്തോണേട്ടാ. ഒരു സഹകരണവും പറയുന്നത് ഏതോ പ്രാദേശികമായി എവിടെയോ നടന്ന എന്തോ ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. അയ്യപ്പദാസേ, നിങ്ങൾ ഇവിടെ സംസാരിക്കുമ്പോ മുൻപും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മനോരമയുടെ പ്രതിനിധി ശരി തന്നെയാ, പക്ഷെ ഒരു പൊതു നിലപാടിന്റെ ഭാഗമായിട്ട് നിൽക്കണം. നിങ്ങളൊരു ആങ്കറായി നിൽക്കുന്ന സമയത്ത് നിഷ്പക്ഷമായി നിൽക്കണം. ഞങ്ങളുടെ സംസ്ഥാന നേതാക്കൾ എല്ലാ കാലത്തും ഈ തീവ്രവാദ നിലപാടെടുക്കുന്നവരോട് വളരെ ശക്തമായ ഭാഷയിൽ തന്നെ പ്രതിഷേധവും ഞങ്ങളുടെ വിയോജിപ്പും ഈ സമയത്ത് ഏതോ ഒരു വാർഡിൽ അല്ലെങ്കിൽ എവിടെയോ ഏതെങ്കിലും ഒരാൾ ഒരു നീക്കുപോക്കോ എന്തോ നടന്നു, അത് ഞങ്ങൾ ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. സംഘടനാ നടപടിയെടുത്ത് ഞങ്ങൾ അവിടെയെല്ലാം അവസാനിപ്പിക്കാറുണ്ട്. ഭയങ്കര. ശിവശങ്കർ, ഈ റൗണ്ടിൽ ഉയർന്നു വന്ന ചോദ്യങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് മറുപടി പറയാനുള്ളത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സ്വരാജിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു കാൻഡിഡേറ്റ് എങ്ങനെ വന്നു എന്ന് ആലോചിക്കണം. ആദ്യമായിട്ട് സ്വരാജിനെ കുറിച്ച് പാർട്ടി സെക്രട്ടറി പറഞ്ഞ എന്താ? സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ പങ്കെടുക്കുന്നില്ല, കുറച്ചും കൂടി ജാഗ്രത കാണിക്കണം എന്ന് BJP അല്ല പറഞ്ഞത്, CPM-ന്റെ സെക്രട്ടറിയാ പറഞ്ഞത്. അടുത്തത്, യുദ്ധത്തിനെ കുറിച്ച് പാർട്ടിക്ക് അഭിപ്രായമില്ല. എന്ത് യുദ്ധത്തെ കുറിച്ച് പറഞ്ഞ കാര്യമല്ല പാർട്ടിയുടെ അഭിപ്രായം. ഞാൻ വിചാരിക്കുന്നത് ഇത് കുരുതി കൊടുത്തതാ. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരു കാര്യം ഉറപ്പാണ്, ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇനിയും വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്ത ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാര്, പുറത്തുള്ള മണ്ടന്മാർ അത് അസൂയ കൊണ്ട് പറയുന്നതല്ലേ ജോയിക്കുഞ്ഞ്. കമ്മ്യൂണിസ്റ്റ്, ഇദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തവും ഈ പറയുന്ന ഗോവിന്ദന്റെ രാഷ്ട്രീയവും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് ഒരു സംശയവുമില്ല, ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ള ശക്തിയായ തിരിച്ചടി തന്നെയായിരിക്കും, ഒരു സംശയമില്ല. അതുപോലെ തന്നെ ഈ വികസനം, ഇപ്പോ വസീഫൊക്കെ പറയുന്ന വികസനത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല്, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിഴക്കോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഞാൻ ഇറങ്ങി നടന്നപ്പോ ഇത് ശബരിമലയിൽ കൂടെ പോവാന്ന് വിചാരിച്ചത്. ബുദ്ധനാണ് സത്യം, ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. അത്രയേറെ മരത്തിന്റെ ഇടയ്ക്കൂടെയൊക്കെ റോഡ്, ഒരു ടാറ് പോയിട്ട് കോഴിമുട്ട വേണ്ട, ടയറ് കറങ്ങുന്നില്ല. ഈ വേണ്ടാത്ത കാര്യങ്ങൾ പറയല്ലേ. അപ്പൊ അത്തരത്തിലുള്ള റോഡുകളുമുണ്ട്. വസീഫ് ഇതിൽ കൂടെ പോകേണ്ട മാത്രം കാണാത്തത്, അത്തരത്തിലുള്ള റോഡുകളുമുണ്ട് വികസനം. ഞാൻ എവിടെയാണ് ഇരുന്നേ? ഇവിടെ ചെറിയൊരു തലയിറക്കം. അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തി? പറയാതെ തന്നെ കിട്ടിയല്ലോ. 224 കോടി രൂപ ഇന്നലെ ഇറക്കി വിട്ടു. ഈ 9 വർഷം ഭരിച്ചപ്പോ ഈ ഇവരുടെ തന്നെ MLA-ക്ക് ഈ പണം കൊടുക്കാഞ്ഞിട്ട് അദ്ദേഹം 6 മാസം 2000 കോടിയുടെ ഒക്കെ കണക്ക് നേരത്തെ LDF ഒക്കെ ഇവിടെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ കൊടുത്തു, ഈ കഴിഞ്ഞ ആഴ്ച ഹൈവേക്ക് വേണ്ടി മാറ്റി വെച്ചു ഇപ്പൊ പറയണത്. ഇത്രയും നാളും പൈസ കൊടുത്തു അവർക്ക് തന്നെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് ഞാൻ 1 വർഷം കൊണ്ട് എല്ലാം ചെയ്യുന്നു പറഞ്ഞത്. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.